ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇസ്രായേൽ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന വാർത്ത പുറത്തു വരുമ്പോഴും ഇറാനും അത്രയ്ക്ക് മോശമല്ലാത്ത രീതിയിൽ തിരിച്ചടി നടത്തുന്നു എന്ന റിപ്പോർട്ടുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇറാനിലെ 300 മിസൈൽ ലോഞ്ചറുകൾ തകർത്തതിന്റെ പുതിയ വീഡിയോയാണ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇറാന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവിടെ മിസൈലുകളാണ്. ആ മിസൈലുകളെ ലക്ഷ്യം വെക്കാതെ ആ മിസൈൽ ലോഞ്ച് ചെയ്യുന്ന ലോഞ്ച് പാഡുകളെയാണ് പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, നേരത്തെയും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ ലോഞ്ച് പാഡുകളെ ലക്ഷ്യം വെച്ചാണ് കൃത്യമായി മിസൈലുകൾ ഇസ്രായേൽ എഴുതിവിട്ടത്. എന്തായാലും ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് 5ാം ദിവസമായിരിക്കുന്നു. 3 രാജ്യങ്ങളും പരസ്പരം വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ ഇസ്രായേൽ മറ്റൊരു വീഡിയോ പുറത്തിറക്കി ഏകദേശം 300 ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിച്ചതായി പറയുന്നു. ഇതിൽ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2000 സൈനിക താവളങ്ങൾക്ക് നേരെ വൻ ആക്രമണം നടത്തിയെന്നാണ് യുഎസിന്റെ അവകാശവാദം. മറുവശത്ത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്ക ഇതുവരെ ഏകദേശം 2000 ഇറാനിയൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി അതിനെ തകർത്തിട്ടുണ്ട്. ഓപ്പറേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പറയുന്നത് ഇറാന്റെ സൈനിക ശക്തിക്ക് വലിയ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നു. ഒരു ഇറാനിയൻ അന്തർവാഹിനി ഉൾപ്പെടെ 17 കപ്പലുകൾ കടലിൽ മുങ്ങി. നിലവിൽ അറേബ്യൻ കടൽ, ഹോർമുസ് കടലിടുക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ഒരു ഇറാനിയൻ കപ്പലും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇറാന്റെ പരേതനായ ആയത്തുള്ള സയ്യിദ് അലി ഖമൈനിയുടെ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മജീദ് ഹക്കീമിലാഹി ANAക്ക് നൽകിയ അഭിമുഖത്തിൽ ഒരു പ്രധാന പ്രസ്താവന നടത്തി. അദ്ദേഹം വ്യക്തമായി പറയുന്നത്, യുദ്ധം നിർത്താൻ ഞങ്ങൾ തയ്യാറാണ്, ചർച്ചയ്ക്കായി ഞങ്ങളുടെ വാതിലുകൾ തുറന്നിരിക്കുന്നു, പക്ഷേ ഈ ചർച്ചകൾ പൂർണ്ണ ബഹുമാനത്തോടെ നടത്തണം എന്നുള്ളതാണ്. ഇറാൻ ഉത്തരവുകൾ നൽകാൻ ഒരു രാജ്യത്തെയും ഞങ്ങൾ അനുവദിക്കില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇറാൻ സ്വയം പ്രതിരോധിക്കുകയും അവകാശങ്ങൾക്കായി പോരാടുകയും ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇറാൻ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൊല്ലപ്പെട്ട 4 അമേരിക്കൻ സൈനികരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് അതേസമയം അമേരിക്ക ഇതിനോട് പ്രതികരിച്ചത്. ഞായറാഴ്ച ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. 6 അമേരിക്കൻ സൈനികരിൽ 4 പേരുടെ ഫോട്ടോകൾ പെന്റഗൺ തിരിച്ചറിഞ്ഞ് പുറത്തുവിട്ടു. അവർ ക്യാപ്റ്റൻ കോഡി ബോർക്ക്, സർജന്റ് ഫസ്റ്റ് ക്ലാസ് നോഹ ടെൻജൻസ്, സർജന്റ് ഫസ്റ്റ് ക്ലാസ് നിക്കോളമോർ, സർജന്റ് ഡെക്ലാർ കോഡി എന്നിവരാണ്. 4 സൈനികരെയും അയോവയിലെ ആർമി റിസർവ് അസൈൻമെന്റ് യൂണിറ്റായ 103ാമത് അസൈൻമെന്റ് കമാൻഡിലേക്ക് നിയോഗിച്ചതാണ്. ഇത് ഭക്ഷണം, ഇന്ധനം, വെള്ളം, വെടിമരുന്ന്, ഗതാഗതം, സാധനങ്ങൾ എന്നിവ നൽകുന്നു. ഞായറാഴ്ച ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റ് 2 സൈനികരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.